പ്രധാന സമ്മേളനത്തിന് പിന്നാലെ പിണങ്ങിയിരിക്കുന്ന കൊമ്രേഡ്സിന്റെ എണ്ണം ചെറുതായിട്ടൊന്ന് കൂടുന്നുണ്ട് കേട്ടാ. ഫേസ്ബുക്കിലെ സ്റ്റാറ്റസ് ഇടലും കവർ ഫോട്ടോ മാറ്റലും ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് പിണക്കം പടരുന്നു. CPIM സംസ്ഥാന കമ്മിറ്റി രൂപീകരണത്തിന് ശേഷം പിണങ്ങിപ്പോയി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതേ പത്മകുമാറിന് ഓർമ്മയുള്ളൂ. പിന്നെ മൊത്തം ഒരു വെടിയും പോകുകയായിരുന്നു. എനിക്ക് 52 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഊണിലും ഉറക്കത്തിലും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഏറെ കയറ്റുന്നത് വേറെ ആരല്ലോ, കൂടെയുള്ളവരെന്നല്ലേ. അദ്ദേഹം 52 കൊല്ലം പഠിച്ചപ്പോൾ അദ്ദേഹം ചെന്നത് വെറും 4ാം ക്ലാസ് വരെ എന്നുള്ളത്. ബീണോ ചാർജി 9 കൊല്ലം പഠിച്ചു. ആ 9 കൊല്ലം ഓരോ ക്ലാസ്സിൽ ജയിച്ച് അതുകൊണ്ട് 9ാം ക്ലാസ്സിൽ ചെന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പിന്നാലെ പത്മകുമാറേട്ടനെ ഏറി കയറിയതോടെ മൂപ്പരാകെ കലിപ്പ്. അത് യേശുവൊക്കെ മാധ്യമ പ്രവർത്തകരോടായി തോന്നുന്നു. എന്റെ പൊന്നെ, പ്രതികരണം ചോദിച്ചതിന് നെഞ്ചത്തൂടെ വണ്ടി കയറ്റു സഖാവേ. കൈ ഒന്ന് വിട്ടപ്പോ ഞാൻ അപ്പൊ തന്നെ ബ്രേക്ക് പിടിച്ചു. ഞാൻ എല്ലാരും നിൽക്കുമ്പോഴല്ലേ സോറി പറഞ്ഞിട്ട് പോയത്. കൈ അറിയാതെ വിട്ടതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ശരീരഭാഷ കണ്ടിട്ട് മൊത്തത്തില് അങ്ങനെയാണെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതായത് ഈ ചാനലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് ഞാൻ MLA ആയത്. അന്ന് പത്രമാധ്യമങ്ങളേ ഉള്ളൂ, പത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കാലത്ത് ഞാൻ MLA ആയത്. ഇന്ന് നിങ്ങളെല്ലാം കൂടി ഊതിപ്പെരിപ്പിച്ച് ഏതെങ്കിലും നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ പോയി വരട്ടണം, എന്നെ വരട്ടിയിട്ട് കാര്യമൊന്നും. അതെ, പത്രം മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലത്തെ ദൃശ്യങ്ങളൊന്നും ഇങ്ങനെ പകർത്താൻ പറ്റിയിരുന്നില്ലല്ലോ. അത് വിട്. ബൈ ദ വൈ, കഴിഞ്ഞ ദിവസം വീട്ടിലാരൊക്കെ വിരുന്ന് വന്നിരുന്നു കേട്ടല്ലോ. ആരായിരുന്നു? എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ആരുടെ ടീമാ വന്നെന്ന് മനസ്സിലായില്ല. കാത്തിരുന്ന് കാണാൻ ഇപ്പോഴേ അല്ല, അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതിനു ശേഷമല്ലേ കാര്യങ്ങൾ പറയുന്നത്. ഒന്നും അറിയാത്ത പോലെ ആറ്റിറ്റ്യൂഡ് ഇട്ട് പോയിട്ട് പത്തനംതിട്ടയിലെ ജീമാരെ നൈസായിട്ട് അങ്ങോട്ടേക്ക് അയച്ചൂലേ കൊച്ചു കള്ളൻ. ചെറിയ മഴയൊക്കെ പെയ്യുമ്പോൾ വെളുത്തു വരുന്ന ചില സംഗതികളുണ്ടല്ലോ, അവർക്കൊരു പേര് വരാൻ വേണ്ടി പത്മകുമാറിന്റെ പേര് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ BJPക്കാർ വന്ന്, അതും ഇവിടുത്തെ ഈ പറഞ്ഞ 2 നേതാക്കന്മാർ, അവർ വന്നിട്ട് അവരൊക്കെ ഞാൻ MLA ആയിരിക്കുന്ന കാലത്ത് അന്ന് അയാളുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെയുള്ളവർ വന്ന് എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അയ്യോ, പത്മകുമാറായിട്ട് രാഷ്ട്രീയം പഠിപ്പിക്കാനൊന്നല്ല, കുറെ സ്ഥാനമാനങ്ങൾ വാരിക്കോരി തരാൻ വേണ്ടിട്ടല്ലേ നമ്മുടെ ജീമാര് കാണാൻ വന്നത്. കേന്ദ്രം ഭരിക്കുന്ന ആൾക്കാരാണെന്ന് അറിഞ്ഞൂടെ. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ട് മറ്റു പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മറ്റു പാർട്ടിയിൽ ആരെങ്കിലും പിണങ്ങിയെന്നൊക്കെ നോക്കിയിരിക്കല ഞങ്ങളുടെ ജീമാരുടെ പ്രധാന ഹോബി. BJP നേതാക്കന്മാരുമായി പത്മകുമാർ ചർച്ച. അങ്ങനെ ഒരു എൻ്റെ വിളക്കത്ത് അവർ ഇച്ചിരി ചോറുണ്ടെങ്കിൽ ഉണ്ടോട്ടെ, കഞ്ഞി കുടിക്കുന്നെങ്കിൽ കഞ്ഞി കുടിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചല്ല. അതിന് വേറെ എന്താ, അവർക്കൊരു പ്രമാണിത്വം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. അതെന്ത് വർത്താനാണ് പത്മകുമാറേട്ടാ? നിങ്ങളുടെ ഏകാന്തതയിലും നിങ്ങൾക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് ഞങ്ങളുടെ ജീമാര് വിചാരിച്ചപ്പോ അതാ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. SDPI പോയാലും ശരി, BJP പോകത്തില്ല. അപ്പൊ തന്നെ ഞാൻ മറുപടി പറഞ്ഞു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. പിണങ്ങിയിരിക്കുന്ന പത്മകുമാറേട്ടനെ പ്രലോഭിപ്പിച്ച് നൈസായിട്ട് കൂടെ നിർത്താൻ നോക്കിയത് ജീമാര് മാത്രല്ലാട്ടാ. ചാക്കിട്ട് പിടിക്കൽ കോമ്പറ്റീഷനിൽ BJP നേതാക്കൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അടുത്തതായി രംഗപ്രവേശനം ചെയ്യുന്നു the one and only PV Anwar. പക്ഷേ PV Anwar എന്നെ വിളിച്ചു, എനിക്കൊന്ന് കാണണം. അയക്കുന്നതിന് എന്നെ കാണുന്നത് അൻവറിനെ പോലൊരാള്, അയാളുടെ ധാരണ എന്താ? അൻവറിനെ പോലൊരാളുടെ ധാരണ എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അയക്ക് എന്താ അറിയാവുന്നത്? അപ്പോൾ അൻവറിനെ വിളിച്ചിട്ട് പറയുകയാണ് ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ അയാൾ കാണിച്ചു കൂട്ടിയതുപോലെ ഞാനും കാണിച്ചു കൂട്ടണമെന്നാണോ അയാൾ ആഗ്രഹിക്കുന്നത്? അപ്പം അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതെ, അൻവറേട്ടന്റെ കാര്യത്തിൽ എല്ലാരും ഒന്ന് കുറച്ച് ഇളവ് തരണട്ടാ. LDF വിട്ടതിന് ശേഷം സപ്പോർട്ട് തരാനുണ്ടോ സപ്പോർട്ട് എന്ന് ചോദിച്ചു നടക്കലാണ് മൂപ്പരുടെ പ്രധാന പണി എന്ന് അറിഞ്ഞൂടെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം. കേറി നിൽക്കാൻ കെട്ടുറപ്പുള്ള ഒരു മുന്നണി ഇല്ലാത്തതിന്റെ വിഷമം അതില്ലാത്തവനെ അറിയുള്ളൂ. മോളിൽ നിന്ന് മൊയിലാളി സഖാക്കൾ വിളിച്ചു പറഞ്ഞതോടെ പത്മകുമാറേട്ടൻ സൈഡായിണ്ട്. എല്ലാം പാർട്ടി പറയുന്ന പോലെ. അതാണ് ഇപ്പോഴത്തെ ലൈൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫേസ്ബുക്കില് വേറൊരു നേതാവ് വേറൊരു കവർ ഫോട്ടോ ഇട്ടത്. നിങ്ങൾ എന്താണ് എന്നെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചറിനെ എത്ര ദുരുപദിഷ്ടമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചിലർ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും ദുരൂഹതണ്ടാക്കിയ. ഇതാണ് ഇപ്പോഴത്തെ കാലത്തിന്റെ പ്രശ്നം. എവിടെ ഫോട്ടോ നോക്കട്ടെ. ഫോട്ടോ ഒക്കെ സൂപ്പറാണ്, പക്ഷെ അത് എന്നത്തെ ഫോട്ടോ ആണെന്നും അതിന്റെ ക്യാപ്ഷൻ എന്താണെന്നും എല്ലാരും ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. നവകേരള യാത്രയുടെ സമാപന സമ്മേളനം 2016 ഫെബ്രുവരി 15. എന്നിട്ട് ഒരു ആശ്ചര്യചിഹ്നം.
അതെന്താണ് സഖാവേ ഇപ്പൊ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോ തന്നെ പഴയ ഫോട്ടോ എടുത്തിട്ടത്? പാർട്ടിയുടെ കരുത്ത് കാണിക്കാനാണെങ്കിൽ ഇപ്പോഴത്തെ സംസ്ഥാന സമ്മേളനത്തിലും ചെങ്കടൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇപ്പം തന്നെ ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായിരുന്നു. ഞാൻ മാനസികമായിട്ട് തന്നെ കാര്യം എന്ന് വെച്ചാൽ പുതിയ തലമുറ വരണം, പുതിയ ആളുകൾ വരണം. ഞാൻ തന്നെ അവിടെ കയറി തടഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പാർട്ടിക്ക് മുന്നോട്ട് ഒരു യാത്രയുണ്ടോ? ഉള്ള സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ റെഡിയാണെന്ന് പറയണ തങ്കപ്പെട്ട മനസ്സ് പാർട്ടിയിൽ ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടാവോ? ഇതിപ്പോ പ്രായപരിധി വെച്ച സ്ഥിതിക്കും സഖാവ് ആ പ്രായത്തിലേക്ക് അടുക്കാറായ സ്ഥിതിക്കും സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ റെഡിയാണെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ഇല്ല, ഞാൻ അറിയിച്ചില്ല. ഒഴിയാൻ എന്ന് മാനസികമായി ഞാൻ തയ്യാറാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, പുതിയ ആളുകൾ വരണമെന്നുള്ള മനോഭാവം എനിക്കുള്ളത് കൊണ്ടാണ്. പുതിയ ആളുകൾ വരണം, ചെറുപ്പക്കാർ ധാരാളമായിട്ട് വരണം. സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ റെഡിയാണെന്ന് മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ ആരോടും പറഞ്ഞില്ലാന്ന്. ഒന്നും ഉറക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഗോവിന്ദമാഷ് ഓടി വന്ന് ഒക്കെ റെഡിയാക്കി തന്നിരുന്നില്ലേ? എനിക്ക് അതൃപ്തിയില്ല. ഞാൻ പിന്നെ അഭിമാനം കൊണ്ട് പഴയ ഫോട്ടോ ഇട്ടതല്ലേ എന്നാണ് കടകംപള്ളി പറയുന്നത്. പാവം, ഇതുപോലെ ഓരോന്ന് പറഞ്ഞു ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടും ആ വിഷമം അങ്ങോട്ട് മാറ്റട്ടെ എന്ന്. ഇവരെ പോലുള്ളവർക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നതിന്റെ അപ്പുറത്തേക്ക് പ്രതിഷേധിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഓരോരോ ജീവിതങ്ങളിലെ. ഇനി നമ്മൾ പറയാൻ പോണത് സഖാക്കൾക്കിടയിലെ കുറച്ച് കാശിന്റെ പ്രശ്നമാണ്. KV തോമസിന്റെ യാത്രാബത്ത 11 ലക്ഷമാക്കി ഉയർത്തിയതാണ് അടുത്ത പ്രശ്നം. മൂപ്പർക്ക് എന്തിനാണ് ഇത്രയും കാശെന്നാണ് എല്ലാരും ചോദിക്കുന്നത്. അല്ല, സർക്കാരിന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ അങ്ങനെ ഒരു ചോദ്യം വരുന്നത് സ്വാഭാവികമാണല്ലോ. വിമാനത്തിൽ പോണ കാര്യമല്ലേ, അത് വിമാനക്കാർക്ക് പൈസ കൊടുത്താൽ മതിയോ? പോകുന്ന ആക്ഷൻ ചിലവല്ലേ വരുന്നത്. ഒടാപ്പയ്ക്ക് വേണ്ടെന്ന് പറയുമോ? ഇത് വേറെ യാത്ര TAD ഒന്നും അല്ലല്ലോ. യാത്ര ടിക്കറ്റ് എടുക്കുന്ന പൈസയല്ലേ വന്നതൊന്നും. ടിക്കറ്റ് പൈസ കൊടുത്താൽ കൊച്ചി പോയി തിരിച്ചു വരുമ്പോൾ കൊച്ചി മാത്രം പോയാൽ മതിയോ? പിന്നെ അല്ല, ഇത് നിസ്സാര കളിയല്ല, വിമാനാണ് വിമാനം. സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയല്ലേ, അപ്പൊ കുറച്ച് ലക്ഷങ്ങൾ വാരി വിതറിയിട്ടാവും വരവും പോകും. KV തോമസ് കാലുമാറി കൂറുമാറി LDF വന്നതിൻ്റെ പാരിതോഷികമായി കൊടുത്തതാണ്. പാഴ്ചെലവാണ് സത്യത്തിൽ അതിനുവേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ ഒരു തസ്തിക ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ യാത്രാ ഭത്ത ഇപ്പോൾ 5.5 ലക്ഷം രൂപയുണ്ടായിരുന്നത് 11.6 ലക്ഷം രൂപയായി പ്രതിവർഷ യാത്രാബദ്ധ വർദ്ധിപ്പിച്ചു. ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതല്ലാതെ ഒരു പ്രയോജനവും ഈ തസ്തിക കൊണ്ടില്ല. ഇത് കുശുമ്പ് നിങ്ങളുടെ പാർട്ടി വിട്ടു പോകുന്നതിനുള്ള കുശുമ്പല്ലേ കാണിക്കുന്നത്? ഇതൊന്നും തോമസിന്റെ അടുത്ത് നടക്കില്ലേട്ടാ. ഞാൻ വൈ ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു യാത്രാ ചിലവ് വൈ ക്ലാസ് എടുത്ത് പോയാലും ഒരു പ്രാവശ്യം പോയി തിരിച്ചു വരുമ്പോൾ ഏകദേശം 50,000 രൂപ വരും. തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. പിന്നെ തോമസ് ഏട്ടാ, ചെറിയൊരു പ്രശ്നം കേട്ടോ. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല വിമർശനം ഉയരുന്നത്. ഡൽഹിയിലിരിക്കുന്ന KV തോമസിന് 12 ലക്ഷം രൂപ യാത്ര ചെലവ് മാസം, 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം മാസം. അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, MLAയുടെ പെൻഷൻ, MP-യുടെ പെൻഷൻ, പിന്നെ ഈ ശമ്പളവും. ഒരു മാസം എത്ര ലക്ഷം രൂപയ്ക്ക് കിട്ടും? പുഴുങ്ങത്തില്ല. എന്തിനാ ഇത്രയും പൈസ? തോമസ് ഏട്ടാ, ഈ കാശൊക്കെ പുഴുങ്ങി തിന്നാണോന്നാണ് സുധാകരൻ സഖാവ് ചോദിക്കണത്. 30 ലക്ഷം രൂപ കിട്ടുന്നു എന്ന് അദ്ദേഹം ആര് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ കിട്ടുന്നു അത് തെളിയിച്ചാൽ ഞാനതിന് 25 അങ്ങനെ കൊടുക്കാം. ഇത്രയും പൈസ 10-30 ലക്ഷം രൂപയല്ലേ കിട്ടുന്നത് ഒരു മാസം കയ്യിൽ? അതാണ് പഴയ കോൺഗ്രസ്സുകാരൻ DCC പ്രസിഡന്റ് ഞങ്ങൾക്കെതിരെ ഇലക്ഷൻ മത്സരിച്ച ആൾ. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തേക്ക് വന്നു, നമ്മൾ അദ്ദേഹത്തെ പരിഗണിച്ച് 30 ലക്ഷം വരുമാനം ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ 25 ലക്ഷം ഇപ്പൊ തരാന്നാണ് തോമസ് ഏട്ടൻ പറയുന്നത്. അങ്ങനെ കാശിന്റെ കാര്യം പറഞ്ഞ കോൺഗ്രസ് പരസ്പരം വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളൊക്കെ ഒരു ഇതുപോലെ തന്നെ മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, പാർട്ടിയുടെ ഇതായിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു. വെറും 30,000 രൂപ പ്രതിമാസം വരുമാനമുള്ളൂ. അത് MLA ആയതുകൊണ്ടല്ലേ, അതും കാണത്തില്ല. MLA അല്ലായിരുന്നു എനിക്കൊരു വരുമാനം ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾക്ക് അതിനൊന്നും ഒരു വിഷമമില്ല എന്ന് പറയുകയാണ്, ആർക്കും കൊടുത്തതിനുമില്ല. ഞാൻ പറയുകയാണ് 25 ലക്ഷം വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടും സുധാകരൻ സഖാവ് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാണല്ലോ. അതെന്തുണ്ടായിരിക്കും തോമസ് ഏട്ടാ? അല്ല, അദ്ദേഹത്തിൻ്റെതായ മനസ്സിൽ അദ്ദേഹം പകലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മൈൻഡ് സെറ്റപ്പ് അദ്ദേഹത്തിൻ്റെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു കുറേ കാര്യങ്ങളുണ്ടല്ലോ. സുധാകരന്റെ മനസ്സിലിരിപ്പ് ശരിയല്ല, അത് തന്നെ കാര്യം. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. KV തോമസിന്റെ പേഴ്സണൽ വരുമാനം എത്രയായാലും അതവിടെ നിൽക്കട്ടെ. KV തോമസിന്റെ യാത്രാബത്തയും PSC അംഗങ്ങളുടെ ശമ്പളമൊക്കെ കുത്തനെ കൂട്ടുന്ന സമയത്ത് ഒരു മാസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുന്ന ആശാ വർക്കർമാരെ പോലെയുള്ള സാധാരണക്കാരെ സർക്കാർ മറക്കരുതിട്ടാ. നമുക്ക് എത്ര പറയുന്നത്?